പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ്, ഉസ്താദ് എൻ്റെ മോള് ഒരു അന്യപുരുഷനുമായിട്ട്, അത് നമ്മുടെ മതത്തിൽപ്പെട്ടവർ പോലുമല്ല, അങ്ങനെയുള്ള ഒരു ബന്ധത്തിലകപ്പെട്ടിട്ട് എനിക്കതിൽ നിന്നും എത്ര പിന്മാറ്റാൻ ശ്രമിച്ചിട്ടും പിന്മാറ്റാൻ സാധിക്കുന്നില്ല. ഞാനൊരുപാട് സംസാരിച്ചു, കുടുംബങ്ങളൊക്കെ സംസാരിച്ചു. അവൾക്ക് അവനെ കിട്ടിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ കേസുകൾ ഇവിടെ കൺസൾട്ടേഷന് വരുമ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. അത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ചാറ്റ് ഹിസ്റ്ററിയും മറ്റുമൊക്കെ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരിക്കലും മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലും അപ്പുറത്തുള്ള ചില മെസ്സേജസുകളൊക്കെ അതിലവർ കാണുന്നു. അവർ തകർന്നു പോകുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ മോൾ ഇങ്ങനെ അധപ്പതിച്ചു പോയല്ലോ, എൻ്റെ മോൾ ഇങ്ങനെ ആയല്ലോ, ഏതു നിമിഷത്തിലാണ് അവർ ഒളിച്ചോടി പോകുക എന്ന് പോലും അറിയില്ല, അത്രമേൽ അവരെടുത്തിരിക്കുന്നു. ഇത് ഈ ഒരു ദുസ്വഭാവം മാത്രമല്ല, നമ്മുടെ മക്കളിലുള്ള ഏത് ദുസ്വഭാവവും 40 ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത്. അത് മക്കളുടെ ഇത്തരം റിലേഷൻഷിപ്പുകളാവട്ടെ, അത് മക്കളുടെ ലഹരി ഉപയോഗമാകട്ടെ, അത് നമ്മുടെ ഇണയുടെ വിഷയമാകട്ടെ, ആരുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് അവരിൽ നിന്ന് അതെന്താ സംഭവിക്കുന്നു വെച്ചാൽ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനമാണ്, മുത്തുനിബിതങ്ങൾ പറഞ്ഞ ഹദീസിലെ ചില വാചകങ്ങളുമാണ്. അപ്പോൾ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ആ ഒരു ബറക്കത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളതാണ്. അത് ഖുർആനിൻ്റെ ആയത്തുകൾ നിരന്തരം ഇങ്ങനെ വരുമ്പോഴേക്ക് അവരുടെ മനസ്സ് അതിലേക്ക്, ആ ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് കാരണമാകും, നല്ല ബന്ധത്തിലേക്ക് വരാൻ കാരണമാകും. ഒരു സിഹറുകാരനോ സിഹറുകാരിയോ ഇത് പതിവാക്കുന്നവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. അയാളിലെ പിശാച് ഭസ്മമായി തീരും. കാമാഗ്നി ആളിക്കത്തുമ്പോൾ അത് കെട്ടടങ്ങാൻ ഈ അത്ഭുതകരമായ അമല് മതി. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഫലിക്കോ ഫലിക്കില്ലേ എന്ന ഒരു വിശ്വാസക്കുറവോടുകൂടെ ഇതിനെ സമീപിക്കാൻ പാടില്ല. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായൊരു വിശ്വാസം വേണം. ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഈ വിഷയത്തിൽ നിന്നൊരു രക്ഷ കിട്ടാൻ വേണ്ടിയാണ്, ഇത് അള്ളാഹു എനിക്ക് ഇതിൽ നിന്നൊരു പരിഹാരം കണ്ടെത്തി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സൂറത്തുൽ മാഇദ എന്ന് പറയുന്ന സൂറത്തിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്. ഞാനതിൻ്റെ ഒരൊറ്റ അനുഭവം മാത്രം പറയാം. ഇവിടെ ഒരു ഫാമിലി വന്നിരുന്നു. അവരുടെ ഒരു ഉമ്മയും ഉപ്പയും അവരുടെ മകളും കൂടെയാണ് വന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 വർഷമായി. വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് അവർക്കറിയൂല മകൾക്ക് ഇണയായി വരുന്ന ഹസ്ബൻഡ് അവർ മദ്യപാനിയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അന്വേഷണങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തോ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യ സമയങ്ങളിലൊന്നും വല്ലാതെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പിന്നീടുള്ള ഇണക്കങ്ങളിലൂടെ ആ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായി മുന്നോട്ട് പോകുന്നതും. ആ ആരോഗ്യകരമായ പിണക്കമൊക്കെ നല്ല ഇണക്കത്തിന് അത് കൂടുതൽ സഹായകമാണ് എന്നാണ് സൈക്കോളജിയും പറയുന്നത്. അതുകൊണ്ട് ചെറിയ ഇണക്കങ്ങളൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ ഇത്തരം ചെറിയ പിണക്കങ്ങളിലും വിഷയങ്ങളിലൊക്കെ ഇവരുടെ ഒരു പ്രകൃതി എന്താണെന്ന് വെച്ചാൽ നേരെ പോവുക, പോയിട്ട് പിന്നീട് വൈകുന്നേരം നേരം വൈകി എത്തുക, അത് 4 കാലിലായിരിക്കും വരിക, മദ്യപിച്ചിട്ടായിരിക്കും വരിക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരെ കൊണ്ട്. ചില ആളുകളൊക്കെ മദ്യപിച്ച് വരുമ്പോൾ നന്നായിട്ട് ആക്രമിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അത്തരം സിറ്റുവേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ട്, അതായത് ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പിന്നെ ഇത് കാരണമായിട്ട് ഇവർക്കൊരു ബോധമില്ലാത്ത രൂപത്തിലേക്കാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബജീവിതമൊക്കെ അവിടെ മിസ്സായി പോകണമല്ലോ. അപ്പോൾ അത് കാരണം അവർ വലിയ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ
നമ്മളത് നോക്കുമ്പോൾ നമുക്കും തന്നെ അത് അവർ മദ്യപിക്കുന്നത് റെഗുലർലി അവർ മദ്യപിക്കുന്നുണ്ടെങ്കിലും അതവർക്ക് എന്താ ഒരു വയലൻ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് അവർക്ക് അവരെ നന്നായി കിട്ടിയാൽ മതി എന്ന ചിന്തയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 40 ദിവസം കൃത്യമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ബീദിനില്ല അവർക്കത് കേൾക്കുമ്പോൾ തന്നെ നല്ല വിശ്വാസമുണ്ട്. നമുക്കിങ്ങനെ ഓരോരുത്തരിങ്ങനെ നമ്മൾ പറയുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല വിശ്വാസത്തോടു കൂടെ അവർ കേട്ടു. ചില സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു, അത് അവർ പിന്നീട് എഴുതി ചോദിച്ചു ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അവ്യക്തത ഉണ്ടായ ചില വിഷയങ്ങളൊക്കെ. അപ്പോൾ നമുക്കതിൽ നിന്നൊക്കെ അവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു മനസ്സിലാകുന്നു. 40 ദിവസം തുടർച്ചയായിട്ട് അവർ അത് നൽകുകയും ബി ഇതിനില്ലാഹി തആല വ ഖുദ്റതി, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ആ ദുസ്വഭാവം അവർ മാറ്റി എന്ന് മാത്രമല്ല, പിന്നീട് നേരത്തെ അവർ വന്നതിനോടൊപ്പം തന്നെ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഈ വിഷയങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ബറക്കത്തിന് വേണ്ടി എന്ന രൂപത്തിൽ ദുആ ചെയ്യാനും അവരെന്തോ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലൊരു റാഹത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയാണ് വന്നത് എന്നാണ് ആ ഭർത്താവിനെ ധരിപ്പിച്ചു കൊണ്ടുവന്നത്. അത് എത്രയോ വർഷങ്ങളായിട്ട് മദ്യപിക്കുന്ന ഒരാളുടെ ആ മദ്യപാന ശീലം മാറ്റിയെടുക്കാൻ ഈ ആയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരനുഭവം മാത്രമാണ്. എത്രയോ ആളുകൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്രയോ അനുഭവങ്ങൾ ഇതുമായി ബന്ധമുണ്ട്. ഇത് ഈ അടുത്തുണ്ടായൊരു അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ ഈ ആയത്ത് അത്രമേൽ പവിത്രതയുള്ള ആയത്താണ്. ഞാനത് ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങളിതൊന്ന് ചെയ്തു നോക്കും. ഇതിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അമലാണ്. സൂറത്തുൽ മാഇദയിലെ വളരെ സവിശേഷമേറിയ ആയത്ത് 90, 91, 92. ഞാനിവിടെ പലപ്പോഴും പലരോടും ഒരൊറ്റ ആയത്താണ് പറയാറുള്ളത്. അത് നമുക്ക് ആ 3 ആയത്തുകൾ കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരായത്ത് ചെയ്താലും മതി, 3 ആയത്തുകളോടാകുമ്പോൾ അതിൻ്റെ ആ അർത്ഥവും ആശയവും ഒക്കെ യഥാർത്ഥത്തിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين എന്ന് പറയുന്ന മുബീൻ വരെയാണ് ഓതേണ്ടത്. ഇത് ഓതിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്കതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൊരു അമലുണ്ട്. അതിൽ ചിലത് മാത്രം ഇവിടെ പറയും. ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ ഇവിടെ നേരിട്ട് വരുമ്പോൾ പല രൂപത്തിൽ നമ്മൾ അമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒറ്റ ആയത്ത് കൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിലുള്ളൊരു അമലാണ് പറയുന്നത്. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പലർക്കും പറഞ്ഞു കൊടുത്ത വിശാലമായ അമൽ വേറെ തന്നെയുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇത് നമുക്ക് ഇങ്ങനൊരു പബ്ലിക് ഡൊമൈനിലായതുകൊണ്ട്, ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇത് ആവശ്യമുള്ളവരില്ലാത്തവരൊക്കെ കേൾക്കും. ശരിക്കും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് ആവശ്യക്കാരാണ് വരുന്നത്, എഫേർട്ട് എടുത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ രൂപത്തിൽ അതിന് പവർഫുള്ളായിട്ടുള്ള അമൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ആയത്ത് കൊണ്ട് തന്നെ. ഇപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു അമലാണ് സൂറത്തുൽ മാഇദയിലെ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറയുന്ന ഈ 3 ആയത്തുകൾ, 90, 91, 92, ഈ 3 ആയത്തുകൾ 40 ദിവസം തുടർച്ചയായിട്ട് ഇത് ഓതിയ വെള്ളം അവർക്ക് മന്ത്രിച്ച് കൊടുക്കുകയോ, അപ്പോൾ അതിന് ചായ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൊടുക്കുകയോ മറ്റെന്തും ചെയ്യാം നമുക്ക്. അങ്ങനെ കൊടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, തുടർച്ചയായി 40 ദിവസമാണ് അത് ചെയ്തതെങ്കിൽ ബിഇദ്നില്ലാഹി തആല അവൻ്റെ ആ ഹൃദയത്തിൽ ആ മദ്യത്തിനോട്, ലഹരിയോടുണ്ടായിരുന്ന ആ ആസക്തി വിട്ടുമാറാൻ അത് കാരണമാകും. ഇത് മാത്രമല്ല, അവിഹിത ബന്ധങ്ങളിൽ ഇപ്പം മക്കളുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണെന്നറിയോ വരുന്നത്? മക്കളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിൻ്റെ വിഷയം? അത് വലിയ ബുദ്ധിമുട്ട് പറയുന്നു. മോള് പഴയ പോലെയല്ല. അവൾ 10ാം ക്ലാസ്സിൽ നിന്ന് പബ്ലിക് എക്സാം മദ്രസയിൽ പാസ്സായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച, ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച കുട്ടിയായിട്ട് ആരാലും വാഴ്ത്തപ്പെട്ടവളായിരുന്നു. അന്ന് മദ്രസയിലേക്ക് പോകുമ്പോൾ നിഖാബ് ധരിച്ച് കണ്ണുകൾ മാത്രം കാണുന്ന രൂപത്തിൽ അവൾ സ്വയം ഇഷ്ടം, ആരും പറഞ്ഞിട്ടൊന്നുമല്ല,
ഫോഴ്സ്ഫുള്ളി അല്ല, അവർ സ്വയം ഇഷ്ടപ്രകാരം അങ്ങനെ മദ്രസയിൽ പോയ കുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അവളുടെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഞങ്ങളോടൊക്കെ വയലൻ്റ് ആകുന്നു. എപ്പോഴും മൊബൈൽ ഫോണിലാണ്. രാത്രിയൊക്കെ ഒരുപാട് സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോഴൊന്നും അവർ വല്ലാണ്ട് പരിഗണിച്ചതില്ല. കുറേ ശേഷമാണ് അവരിങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെന്നും അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട എത്രയോ ഫാമിലീസ് ഉണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് മനസ്സ് തകർന്നവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇത്. അതായത് നമ്മുടെ മക്കളിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിലുള്ള ഒരു ദുസ്വഭാവം അത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അത് ഈ ആയത്തിൻ്റെ ബറക്കത്തും ഉണ്ട്. ആ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ഫത്ഹ് ലഭിക്കും. ഇതിൻ്റെ വേറെയും ഒരുപാട് രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു അമൽ മാത്രമാണ് പറഞ്ഞത്. അതോടുകൂടി തന്നെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ 2 ഇസ്മുകൾ, യാ നൂറു യാ അള്ളാ, യാ ഹാദി യാ അള്ളാ, ഈ ഇസ്മ ആരുടെയും സ്വലാഹിയത്തിന് വേണ്ടി, ആരുടെയും സ്വലാഹിന് വേണ്ടി നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബന്ധങ്ങളെ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകട്ടെ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമലാണ് സൂറത്തുൽ ഇഖ്ലാസ് 1001 തവണയും 313 തവണ ആയത്തുൽ കുർസിയും സ്വലാത്തുൽ മുൻജിയ 1000 തവണയൊക്കെ ചെയ്യുന്നൊരു അമലുണ്ട്. അതും ഇതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച അമലുകളിൽ പെട്ട ഒരു അമൽ തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന എത്രയോ അമലുകളുണ്ട്. ഇതൊക്കെ ഇത്തരം ആളുകളുടെ ഇത്തരം നീചമായ ബന്ധങ്ങൾ, നീചമായ സ്വഭാവങ്ങൾ, അക്രമവാസനയുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ ബാത്തിലായി കിട്ടാൻ വലിയ കാരണമാകും. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.